ജോലി റിസൈൻ ചെയ്തത് അതെടുത്തൊരു റിസ്ക് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ദേവുവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവളുടെ ഒരു 10 വയസ്സുകാരുടെ മെച്യൂരിറ്റി അല്ല ആ കുട്ടിയുടേത്. ഉണ്ണിക്ക് ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, ഹൈഡ് ചെയ്യാൻ അറിയില്ല ഉണ്ണിക്ക്. ഉണ്ണി അത് പ്രകടിപ്പിക്കുന്ന ആളാണ്. പൃഥ്വിരാജ് രാജുവേട്ടൻ ഡ്രീമാണ് എനിക്ക്. രാജുവേട്ടൻ്റെ പടം ഒരു രാത്രി കൂടി വിടവാങ്ങവേ. അപ്പോൾ വെൽക്കം ടു ദ ഹ്യൂമൻ ട്രൈബ്സ് അഭിലാഷ്. താങ്ക് യു. നമുക്കൊരു വലിയ നീട്ടിപ്പിടിച്ച ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു സോഷ്യൽ മീഡിയയിലായാലും ശരി എല്ലാ കാര്യത്തിലും നല്ല കിങ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് പറയണ്ടല്ലോ, ഇത് തള്ളിയായിട്ട് തോന്നിയോ? അയ്യോ, ഏതായാലും ഞാൻ മാറ്റി പിടിക്കുന്നില്ല, ഇങ്ങനെ തന്നെ പോട്ടെ, ഈ തള്ളൽ ഇങ്ങനെ പോട്ടെ. ഈ ഇങ്ങനെ ഫിലിംസിൻ്റെ ഒക്കെ ഒരു പേരിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്ന് കൂടി അറിയില്ല, ഭയങ്കര ക്യാച്ചിയാണ്. നമുക്കിങ്ങനെ എന്തേ റിലീസാവത്തെ എന്ന് തോന്നുന്ന, എപ്പോൾ റിലീസാവും എന്നൊക്കെ തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി ഉള്ള. ഇപ്പോൾ അടുത്ത് വന്നു, ഇപ്പോൾ ആനന്ദ് ശ്രീബാല, അത് കഴിഞ്ഞിട്ട് സുമതി വളവ്. ഓക്കെ, ഈ സുമതി വളവ് ഒക്കെ എടുത്ത് സിനിമയാക്കുന്ന ധൈര്യം കാണിക്കാനൊക്കെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇൻസിഡൻസ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് ഇനി അതിൽ പറയാനുള്ളത് എന്ന് ചിന്തിക്കുമല്ലേ? ഒരുപാട് പറയാനുണ്ട് ഉണ്ടല്ലേ. അപ്പം ഈ രണ്ട് നമ്മുടെ ടൈറ്റിൽസിൻ്റെയും ഒരു ചെറിയൊരു സ്റ്റോറി. ആനന്ദ് ശ്രീബാല ഇപ്പം റിലീസ് റെഡി ആവുന്നു, നെക്സ്റ്റ് മന്ത് റിലീസ് പ്ലാൻ ചെയ്യുന്നു. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, പക്ഷെ അതിലൊരു ഫാമിലി ഇമോഷനോടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എൻ്റെ സ്റ്റൈൽ ഓഫ്, എൻ്റെ ഫാമിലി വിട്ട് കളിയില്ലല്ലോ, ഒരിക്കലും. ഓക്കെ. അതിനുശേഷം സുമതി വളവ് നമുക്ക് എല്ലാവർക്കും അറിയാം. സുമതി വളവ് തിരുവനന്തപുരത്ത് പാലോടുള്ളൊരു സ്ഥലമാണ്. അതിനെപ്പറ്റി 100 കണക്കിന് വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന സിനിമ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന യഥാർത്ഥ സുമതി വളവിൻ്റെ കഥയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ചെയ്യുന്ന സുമതി വളവ് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, പക്ഷെ അതിലേക്ക് ആ വളവ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ എടുത്ത് വെക്കുവാണ്. അതുകൊണ്ട് തന്നെയാണ് അത് 90s നടക്കുന്നതും 60s നടക്കുന്നതും 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കുറച്ച് സീക്വൻസുകളൊക്കെ ആഡ് ചെയ്ത് പോകുന്നൊരു കഥയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സുമതി വളവിൻ്റെ ഒറിജിനൽ കഥ എന്ന് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ മിണ്ടായിരിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് മറ്റേ പണ്ട് ഒരു പെൺകുട്ടീനെ അവിടെ കൊണ്ടുവന്ന് മറ്റേ കുത്തിക്കൊന്നു, ഗർഭിണിയായിരുന്നു, ആ കഥയാണ്. ആ കഥയല്ല സുമതി വളവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പുതിയ സ്റ്റോറിയാണ്, പക്ഷെ അതിൽ ആ പേടി ഞങ്ങൾ എടുക്കുകയാണ്. ആ ഒരു വളവ് കടന്നു പോകാനുള്ള പേടി തീർച്ചയായിട്ടും എടുക്കുകയാണ്. അതിനെ ഒരു ഫൺ മൂഡിലാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി ആയിരിക്കും. അത് മാളികപ്പുറത്തിന് ശേഷം അതേ ടീം, അതേ ഡയറക്ടർ, അതേ റൈറ്റർ, അതേ മ്യൂസിക് ഡയറക്ടർ, അതേ ഒരു കോംബോ വീണ്ടും തിരിച്ചു വന്നൊരു സിനിമയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള എൻ്റെ പ്രോജക്റ്റാണ്. ഉണ്ണി മുകുന്ദനെ ഗസ്റ്റ് റോളിലൊക്കെ പ്രതീക്ഷിക്കാം. അതിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ഫേസാണ് ഞങ്ങളിപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാസ്റ്റിങ്ങുകളൊന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പം അറ്റ് പ്രസൻറ്റ് കാസ്റ്റ് ചെയ്തേക്കുന്നതാണ് അർജുനാണ് മെയിൻ ചെയ്യുന്നത്. അർജുനുണ്ട്, പിന്നെ പ്രേമലൂരിലെ ശ്യാം ചെയ്യുന്നുണ്ട്, സൈജു ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ജീൻ പോൾ ഉണ്ട്, ലാൽ സാറുണ്ട്, മനോജ് കെയും ഉണ്ട്, പിന്നെ ഞങ്ങൾ അജുവേട്ടൻ പ്ലാനിങ്ങിലുണ്ട്, പിന്നെ നമ്മുടെ അമ്പാൻ ആവേശത്തിലെ അമ്പാൻ ഉണ്ട്, പിന്നെ ഒരു 4 ഹീറോയിൻസ് ഉണ്ട്. 4 ഹീറോയിൻസ് എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇനി എനിക്കൊന്ന് ഒരുപാട് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഗസ്റ്റ് അപ്പിയറൻസ് കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. മലയാളത്തിലെ മെയിൻ ആർട്ടിസ്റ്റുകൾ. അഭിലാഷ് ഉണ്ടോ? എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഈ എഴുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു കഥാപാത്രം ഫില്ല് ചെയ്യാൻ ബാക്കിയാണ്. അപ്പം ഞാൻ പറയും അത് ഞാൻ ചെയ്തോട്ടെ, അങ്ങനെയാണ് എടുക്കാറുള്ളത്. വിനയുണ്ട് കേട്ടോ, വിനയത്തോടെയാണ് ചോദിക്കുന്നത്. ഞാൻ എടുക്കുമെന്ന് ഞാൻ പറയില്ല, റൈറ്റർ അല്ലേ, അത്രയെങ്കിലും നമുക്ക് എടുക്കാൻ തോന്നുന്നു. പക്ഷേ സുമതികളെ സംബന്ധിച്ച് അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുള്ളൊരു സിനിമയാണ്. അതിനകത്ത് അത്രയും ക്യാൻവാസ് ചെയ്യുന്നൊരു സിനിമയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡിലേ വരുന്നത്. എൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റിലാണത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ 4 നായകന്മാരുള്ള സിനിമയാണെന്ന് പറഞ്ഞു, അതിൽ 4 നായകന്മാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നിയൊരു ചോദ്യമാണ്, പണ്ടത്തെ ജനറേഷനിൽ നമുക്ക് ഒത്തിരി നായകന്മാർ, ഈ നമ്മൾ നിത്യഹരിത നായകൻ എന്ന് പറയുന്ന പോലെ തന്നെ നിത്യഹരിത നായകന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 പേര് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെയൊക്കെ ഒരു ഫാൻറ്റസി സമയമായിരിക്കുമല്ലോ ആ സമയം, കോളേജ് ടൈം, അതൊക്കെ. അങ്ങനെ ഒരാൾ ചൂസ് ചെയ്താൽ എന്തുകൊണ്ട് ചൂസ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, പണ്ടത്തെ ഹീറോയിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു വർഷം പണ്ട് ഇറങ്ങുന്ന സിനിമകളിൽ ഇപ്പം ലാൽ സാറിൻ്റെ സിനിമകളെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ലാലേട്ടനും ശോഭന മാമാണ്. ഇപ്പം ജയറാമേട്ടൻ, ഉർവശി ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംബോസ് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ആ കോംബോകൾ ഇന്ന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അങ്ങനെ കോംബോകളില്ല.
ഇന്ന ഹീറോയിൻ കണ്ടിന്യൂസ് ഹിറ്റ് അങ്ങനെ വരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പണ്ടത്തെ ഒരു 5 ഹീറോയിൻസിന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഈ 5 ഹീറോയിൻസിനെ നമുക്ക് ഇന്ന കഥാപാത്രങ്ങൾ അത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇന്ന് എനിക്ക് തോന്നുന്നു അതിന് കോമ്പറ്റീഷൻ കൂടുതലാണ്. പണ്ട് അത്രയും ഹീറോയിൻസ് ഇല്ലായിരുന്നു. ഇന്ന് ഏത് ഹീറോയിനാണ് ഒരു കണ്ടിന്യൂസ് ഒരു 10-15 വർഷം ഇൻഡസ്ട്രിയിൽ ത്രൂ ഔട്ട് ഹീറോയിനായിട്ട് നിൽക്കുന്നത്? വളരെ കുറവാണ്. ഇതൊന്ന് മലയാളത്തിൽ എനിക്കത് വളരെ കുറച്ച്. പണ്ട് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ശോഭന ചേച്ചിയാണെങ്കിലും ഉർവശി ചേച്ചിയാണെങ്കിലും ഇവരൊക്കെ എത്ര വർഷം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല സിനിമയിൽ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. സീക്രട്ട് ക്രഷ് ആ സമയത്ത് ഉറപ്പായിട്ടും എനിക്ക് ശോഭന മാം എന്ന് പറഞ്ഞ ആളുടെ ഇന്നും എനിക്ക് അവരെ വെച്ച് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ശോഭന ചേച്ചിയോട് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം എത്ര വർഷമായിട്ട് അവരിങ്ങനെ നമുക്ക് മടുക്കാതെ സ്ക്രീനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വരണ ആവശ്യമുണ്ട് കാണുമ്പോൾ പോലും നമുക്ക് എത്ര രസമായിട്ടുണ്ട്. അന്നത്തെ ശോഭനം അതുപോലെ നമുക്ക് ഇപ്പോഴും സ്ക്രീനിൽ കാണാൻ പറ്റുകയാണ്. അപ്പം അതുപോലെ ഉർവശി ചേച്ചി, ഞാൻ ഉർവശി ചേച്ചിയുടെ നല്ല കമ്പനിയാണ്. ഞാൻ ഉർവശി ചേച്ചിക്ക് ശരിക്കും ഇപ്പോൾ എൻ്റെ ഒരു പടത്തിൽ ഉർവശി ചേച്ചിയായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത്. ഡേറ്റും പ്രശ്നങ്ങളും കൊണ്ടാണ് അത് മാറിയത്. പക്ഷെ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഉർവശി ചേച്ചീനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉർവശി ചേച്ചീനെ. കാരണം ഞാൻ ആ കഥാപാത്രം ഞാനിപ്പോൾ പല പ്രൊഡക്ഷൻ കമ്പനികളിലും അതേപോലെ നമ്മുടെ ഡയറക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കോമൺ അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആ സിനിമ ഏത് ലാംഗ്വേജിൽ പോയി ചെയ്താലും അത് ഉർവശി ചേച്ചി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഉർവശി ചേച്ചി ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആ സിനിമ നടക്കത്തുള്ളൂ. അത് ഞാൻ ഉർവശി ചേച്ചി ഉടനെ തന്നെ കണ്ട കഥ ഞാൻ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് 5 പേരുടെ കൃത്യം പേര് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ആ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കറക്റ്റായിട്ട് നമുക്ക് ശരിക്കും ആ ജനറേഷനിലുള്ള ആൾക്കാർക്ക് എല്ലാവരും പറയാനുള്ള കാര്യം തന്നെയാണ്. റെപ്രസെന്റേറ്റീവ് 5 പേര് പറയുന്നത് ഇപ്പോൾ ശോഭന മാം, ഉർവശി ചേച്ചി, ഭാനുപ്രിയ, സുമലത, അതേപോലെ തന്നെ രേവതി ചേച്ചി, ഇതൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ അന്നത്തെ ക്രഷാണ് ഇവരൊക്കെ. ഇനി നമുക്ക് തിരിച്ച് താങ്കളുടെ ഫിലിമിലേക്ക് തന്നെ വരാം. ഇതിൽ ആനന്ദ് ശ്രീബാല ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു ഒക്കെ സംബന്ധിച്ചു അതൊരു ഇൻവെസ്റ്റിഗേഷനും ഫാമിലിയും കൂടെ കൊണ്ടുപോകുന്ന സംഭവമാണെന്ന് പറഞ്ഞു. അതിൽ ഒരു പേരിന് ഒരു പ്രത്യേകത ഒന്നുമില്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അത് നായകന്റെ പേര് തന്നെയാണോ? അതെ, ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത് നായകന്റെ പേരാണ്. അപ്പം അതിലെ ശ്രീബാല ആരെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ഓക്കെ, അത് തിയേറ്ററിൽ കണ്ടാൽ മതി. പക്ഷേ ആ പേര് ആണ് സിനിമയുടെ കഥ. പേരിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമയുടെ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് കേരളത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ഇൻസ്പയർ ആയിട്ട് ഞങ്ങളതിനെ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിനേക്കാൾ ഉപരി അതിലൊരു ക്യൂരിയോസിറ്റി കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്നവർക്ക് കിക്ക് കിട്ടിട്ട്. എന്തായാലും ഒരു മാളികപ്പുറം എന്നൊരു ചോദ്യമില്ലാതെ എനിക്ക് തോന്നുന്നു അഭിലാഷിന്റെ ഒരു ഇന്റർവ്യൂവും തുടങ്ങുകയോ ഓടുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്നും വരില്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം ഇനിയിപ്പോൾ ഞാൻ 100 സിനിമ ചെയ്താലും ഞാനൊരു വേദിയിൽ ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ ഒരു മാളികപ്പുറത്തിൻ്റെ റൈറ്റർ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ലൈഫ് ലോങ് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതകാലം അവസാനം വരെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് അഭിലാഷിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നെയാണ്. അന്ന് ആ ഇന്റർവ്യൂവിന് ഞാൻ വരുമ്പം എൻ്റെ കൂടെ അന്ന് വന്നത് ഈ ആനന്ദ് ശ്രീബാലയുടെ ഡയറക്ടറാണ്. അന്ന് ആനന്ദ് ശ്രീബാല കൺഫേം ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ആനന്ദ് ശ്രീബാലയുടെ റിലീസിന് റെഡി ആവുന്നു. ഏകദേശം 1 year ആയി. 1 year ആയെന്ന് മാത്രമല്ല, അന്നും നമ്മൾ സംസാരിച്ചത് അന്ന് ശരിക്കും ഹൈപ്പ് തന്നത് മാളികപ്പുറമാണ്. മാളികപ്പുറത്ത് പക്ഷെ എനിക്ക് ഇന്നും അത് അന്ന് സംസാരിക്കുമ്പോഴും താങ്കളെ കേട്ടിരിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും 1-2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അതിൽ ആദ്യം പറയാനുള്ളത് നമ്മുടെ ദേവനന്ദനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പം ദേവനന്ദയായിട്ടുള്ളൊരു വല്ലാത്തൊരു വൈബാണ് ആ ഫിലിമിലേക്ക് ആ കുട്ടി കൊണ്ടുവന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പും ദേവനന്ദയോട് ചോദിച്ചാലും പറയും അത് അഭിലാഷ് അങ്കിൾ പറഞ്ഞും അങ്ങനെ ചെയ്യും, അത് ചെയ്ത് അതെങ്കിൽ ആ കുട്ടി അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ഇപ്പോൾ അത് ഓൺ സ്ക്രീൻ എന്ന് ഞാൻ പറയുന്നില്ല, ഓഫ് സ്ക്രീനിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി പറയുമ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇമോഷണൽ ആവാറുണ്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ഒരു കാര്യം യുവർ പെർസ്പെക്റ്റീവിൽ കേൾക്കണം. ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ആളുകൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് ദേവനന്ദ എൻ്റെ മകളാണെന്ന്. പലയിടത്തും ചെല്ലുമ്പോൾ എൻ്റെ അടുത്തേക്ക് മോള് സുഖമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം മോള് സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയും ദേവുവിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ദേവു ആക്ച്വലി എൻ്റെ മോളെ പോലെ തന്നെയാണ്, പക്ഷേ ഇതുപോലെ വേറൊരു ഇതാണ്. അപ്പം പക്ഷെ ഞാൻ അവളെ കണ്ടിരിക്കുന്നത് എനിക്ക് 3 പെൺകുട്ടികളാണ്, അതിൽ ഒരാളാണ് അവളെന്ന് തന്നെയാണ്. അത് അങ്ങനെയാണ്. അപ്പം എനിക്ക് ദേവുവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത മാളികപ്പുറം എന്നൊരു സിനിമ എനിക്ക് തോന്നുന്നു
ദേവുവിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാൾ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. കാരണം ആ കുട്ടി ജനിച്ചത് ആ പടത്തിന് വേണ്ടിയാണ് ഞാൻ പറയും. കാരണം അതിനുശേഷം കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, അതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിനിമയായിട്ട് തന്നെ മാത്രമേ. പക്ഷേ മാളികപ്പുറത്തിൽ അവൾ ജീവിക്കുമായിരുന്നു, ആ ക്യാരക്ടറായിട്ട് കല്ലുമായിട്ട് അവൾ ജീവിക്കുമായിരുന്നു. അതിൽ ഓരോ സീൻ എടുക്കുമ്പോഴും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞങ്ങളത് ഫീൽ ചെയ്ത ആളുകളാണ്. അതിനുശേഷം ഇപ്പോൾ അരന്മന 4 അവൾ അഭിനയിച്ചു, ഗോവിൽ അഭിനയിച്ചു. ഇതൊക്കെ ഞാൻ കാണുമ്പോഴും ഞാൻ സ്റ്റിൽ സ്ട്രക്കായി നിൽക്കുന്നത് കല്ലുവിലാണ്. എനിക്ക് കല്ലുവിനപ്പുറത്തേക്ക് അവൾ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പം ഞാൻ ദേവുവിനോടും പറഞ്ഞിട്ടുണ്ട്, ദേവുവിൻ്റെ ഫാദറിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, പക്ഷെ എൻ്റെ മനസ്സിൽ ഇനി കല്ലുവിൻ്റെ മുകളിലേക്ക് അവളെ എത്തിക്കാൻ ഒരു സിനിമ ആലോചിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു എലമെൻറ്റ് ഇങ്ങനെ ദേവുവിനോട് പറഞ്ഞു ആദ്യം, എടി ഒരു നമുക്ക് സിനിമ ചെയ്താലോ, ഇതാണ് നിൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ദേവ് പറഞ്ഞു അഭിചേട്ടാ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനത് അടുത്ത വർഷം ചെയ്യും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വീണ്ടും അവളെ 100% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് ഞാനത് ചെയ്തിട്ടുള്ളൂ. കാരണം ഇനി ഞാനും ദേവവും കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് മാളികപ്പുറത്തിനും മുകളിൽ അവളെ ജനങ്ങൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അത് കണ്ടിറങ്ങി വിടാം, മാളികപ്പുറത്തിലായിരുന്നു കേട്ടോ ഇതിൽ നന്നായി ചെയ്തതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അത് ദൈവമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ് എനിക്കത് എഴുതാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദേവെന്ന് മാത്രമല്ല ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്, നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇതിൽ നിന്നൊക്കെ ദേവുവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവളുടെ ഒരു 10 വയസ്സുകാരുടെ മെച്യൂരിറ്റി അല്ല ആ കുട്ടിയുടേത്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആ കുട്ടീനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞെന്നുള്ള പേരിൽ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുകയും ഇവിടുത്തെ പല മെയിൻ ആളുകൾ തന്നെ അതെടുത്ത് വീഡിയോ കളിയാക്കി ഇടുന്നൊക്കെ ഞാൻ കണ്ടു. ഞാൻ പറയുന്നത് അവർ മനസ്സിലാക്കേണ്ടത് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെച്യൂരിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. അത് ഞങ്ങൾ നേരിട്ട് കണ്ട ആളുകളാണ്. കാരണം ആ കുട്ടി വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും അവൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാർട്ടൂൺ കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് പുസ്തകം വായിച്ചാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ 2 കുട്ടികളും അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ മൂത്ത മോളാണെങ്കിലും ഇളയവളാണെങ്കിലും അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ TV കണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കാർട്ടൂൺ കണ്ടായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ എടുക്കുമായിരിക്കും. പക്ഷേ ദേവുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് ദേവുവിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവളുടെ ഒരു ദിവസം റുട്ടീൻ എന്ന് പറയുന്നത് ഒരു നോർമൽ കുട്ടികളുടെ റുട്ടീനല്ല. അതൊരു പക്ഷേ അവൾ വളർന്നു വന്ന സാഹചര്യമാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളിഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ സ്വഭാവം തന്നെ മറ്റുള്ളവർക്ക് വേണമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് ട്രോളാൻ തോന്നുന്നതും കളിയാക്കാൻ തോന്നുന്നതും ഈ അൺവാണ്ടഡ് ആയിട്ട് കമൻസ് ഇടാൻ തോന്നുന്നതൊക്കെ. അപ്പോൾ ദേവിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഷീസ് മൈ ഡോട്ടർ. അങ്ങനെയാണ്. ഞാൻ പണ്ട് ഇങ്ങനെ അന്നത്തെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഒരു സീനാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്ന് പറയണമെങ്കിൽ മനസ്സിലിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ നോക്കി നിന്ന് ആ ഒരു ഫിലിമിനകത്ത് തന്നെ നമുക്ക് വീണ്ടും ഫിലിമിനെ നമുക്ക് ഒന്ന് ഇതാക്കാം, സ്ട്രാറ്റിഫൈ ചെയ്യാം. ആ ഒരു 4 സീൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അഭിലാഷിനോട് പറഞ്ഞത്, ഇവിടെ അന്ന് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ അയ്യപ്പനെ പോലെ ഇരിക്കുന്ന കാട്ടിനകത്തിരിക്കുന്ന സമയത്ത് ദേവൻ്റെ ഒരു നോട്ടുണ്ട്. അതിൽ ഞാനും അന്ന് പറഞ്ഞിരുന്നു, എനിക്കത് ശരി മെച്ചുവറായിട്ട് നയൻതാരയൊക്കെ അഭിനയിക്കുന്ന പോലെ ഒരു ഫീലാണ് വന്നത്. ഒരു പ്രണയം, ഒരു സ്നേഹം, ഒരു വേറെ രീതിയിലൊരു ഓവറായിട്ട് നമ്മൾക്ക് തോന്നുന്നൊരു സ്നേഹമല്ലേ, ആരാധനയോട് കൂടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞതുപോലെ പല മുഹൂർത്തങ്ങളും നമുക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ താങ്കൾക്കായിരിക്കും. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുമ്പോൾ അവളിൽ അത്ഭുതമുണ്ട്. ഈ ഉണ്ണിയുടെ കഥാപാത്രത്തെ കാണുന്ന മൊമെൻറ്റ് മുതൽ ഫസ്റ്റ് അവൾ ബസ്സിലിരുന്ന് ഉണ്ണീനെ കാണുന്ന മൊമെൻറ്റിൽ തന്നെ അവളുടെ കണ്ണിൽ അത്ഭുതമുണ്ട്. കാരണം അവൾ കണ്ട സ്വപ്നങ്ങളിൽ അയ്യപ്പനാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ അവളുടെ യാത്രകളിൽ പല മൊമെൻറ്റ്സിലും അത് അവൾ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അയ്യപ്പൻ എന്ന് പറയുന്നതും അത് ഒരു കൊച്ചു കുട്ടിയുടെ അത്ഭുതമാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം ഇവർ കാട്ടിൽ പോയി ഇരിക്കുന്ന സമയത്തും ഉണ്ണിയിൽ നിന്ന് ഉറങ്ങുന്ന ഒരു മൊമെൻറ്റിലും അവൾ ഉണ്ണീനെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുവാണ്. അവൾ കണ്ട ചിത്രങ്ങളിലെ അല്ലെ ഫോട്ടോസിലെ അയ്യപ്പൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അതിൽ നിന്ന് ഉണർന്ന് ഇവർ തമ്മിൽ സംസാരിക്കുമ്പം ആ 2 പേരുടെയും സംസാരത്തിൽ അവർ പോലും അറിയാതെ ബേസിക്കലി ആ ക്യാരക്ടറായിട്ട് അവർ ഒരുപാട് ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടാവാം, അവർ പോലും അറിയാതെ ആ സീനിൽ ഒരു ചെറിയൊരു പ്രണയത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് സംസാര രീതിയിൽ, അല്ലെങ്കിൽ അതൊരു ആരാധനയാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതുകൊണ്ടാണ് ആ സീൻ മാത്രം ഒന്ന് എടുത്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണത്. കാരണം ഞങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ദൂരെ നോക്കുമ്പോഴത്തേക്ക് അത് വേറൊരു വൈബായിരുന്നു. ഇവർ പീയൂഷ് ഉറങ്ങുന്നു, ദേവ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഉണ്ണി ഉറക്കത്തിൽ നിന്ന് ഇവർ സംസാരിക്കുന്നു, ആ ഫോട്ടോ കാണിക്കുമ്പോൾ ഉണ്ണിയുടെ മുഖത്തുള്ളൊരു മാറ്റം, അത് അവളിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതം, ഇതൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ സംഭവിച്ചിരുന്ന അത്ഭുതങ്ങളാണ് ആ സീന്. അപ്പോൾ ആ സീന് ഞാൻ ഇന്നും പറയുന്നു, അത് സിനിമയിൽ സംഭവിച്ചൊരു അത്ഭുതമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് കണ്ട സീനുമാണത്, ഈ ഉണ്ണിയുടെയും ദേവുവിൻ്റെയും. നമ്മൾ അതിനകത്തുള്ള
പല ക്യാരക്ടേഴ്സും. അപ്പം ക്യാരക്ടേഴ്സ് എല്ലാം സ്വന്തം ലൈഫിൽ നിന്നാണ് എപ്പോഴും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എടുക്കണമെന്ന് പറയും. പക്ഷെ ഇത്രയും ഭയങ്കരമായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. നമ്മളൊരു ഡിസ്റ്റൻറ്റ് നിന്നുള്ള സ്ട്രൈക്കിംഗ് ആണ്. ഇതിൽ നിന്ന് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സജിച്ചേട്ടൻ്റെ ക്യാരക്ടർ എടുത്താലും നമുക്ക് തോന്നുന്നത് എന്താണ്, ഇദ്ദേഹത്തിന് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെന്നാണ്. അതിൽ നമ്മുടെ നമ്മൾ വില്ലനായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എടുത്താലും നമ്മളും നാട്ടിൻപുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഓരോ ക്യാരക്ടേഴ്സും ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് എടുത്തു വെച്ചതുപോലെയാണ്. അപ്പോൾ അതിലിപ്പം പലരും പലതും പറയായിരിക്കും, പക്ഷേ എന്നാൽ കൂടി ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു പോവാണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എടുക്കാൻ അത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ സൊസൈറ്റീനെ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാത്തിനെയും നോക്കി കാണുന്ന ആളാണ്. ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് വണ്ടിക്കകത്തിരിക്കുകയാണെങ്കിലും എനിക്ക് ആ വണ്ടിയുടെ പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു സീൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും ഒരു കഥാപാത്രത്തെ കിട്ടുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും യാത്രകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പം പുതിയ പുതിയ കഥാപാത്രങ്ങളെ കാണാൻ പറ്റും, പുതിയ പുതിയ ആളുകളുടെ കഥകൾ അറിയാൻ പറ്റും. അപ്പം അതിൽ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നടന്ന ചില ഇൻസിഡൻസ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധനം സ്ക്രിപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഡയറക്ടറിനോട് ഞാൻ പറയും, ഈ സീനിൽ ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ട്, അത് ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം അവരപ്പോഴായിരിക്കും ആണോ എടാ അത് ഇങ്ങനെയാണ് നടന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ട് അവരങ്ങനെ അത് ഷൂട്ട് ചെയ്യും. അങ്ങനെ മാളികപ്പുറത്തിൽ ഒരുപാട് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സ്കൂൾ വിട്ട് വരുമ്പം ഈ പട്ടടയെ കാണുമ്പോൾ പേടിച്ചോടുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓടിയിട്ടുണ്ട്. പണിക്കരനെ കാണുമ്പോൾ ഞാൻ ഓടിയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു. പുള്ളി ഈ മരിച്ച വീട്ടിൽ പോയിട്ട് ഈ ചീത്ത കത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പേടി ഞാനത് സ്ക്രിപ്റ്റിൽ എഴുതുമ്പോഴും ആ പേടി ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുമ്പം ഓൾറെഡി ആ കുട്ടികളോട് ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ടീം വർക്കാണ്. ഇപ്പോൾ ഈ വിഷ്ണു ആണെങ്കിലും ക്യാമറമാനാണെങ്കിലും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി മുന്നോട്ട് സിനിമകൾ എഴുതുമ്പോഴും റിയൽ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നും സിനിമ ഒരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ആനന്ദ് ശ്രീബാലയിൽ അത് സംഭവിച്ചിട്ടുണ്ട്, സുമതി വളവിലും അത് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിൽ ഫുള്ളോൺ ഒരു റിയൽ സ്റ്റോറിയാണ്. പിന്നെ 2025 ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ സിനിമയാക്കാൻ ഞാൻ പോവാം. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പം അതെനിക്ക് 100% എൻ്റെ ലൈഫ് സ്റ്റോറി ആയിരിക്കും. അതിൽ നിന്നായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാണ്. ഇപ്പം നാളെ എപ്പോഴെങ്കിലും എൻ്റെ ചുറ്റും നിന്ന് കഥ കിട്ടിയില്ലെങ്കിൽ മാത്രമായിരിക്കും ഞാൻ ചിലപ്പം ഫിക്ഷണൽ സ്റ്റോറികളിലേക്ക് അധികമായി കയറാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ആൾക്കാർ പറയില്ല, റിയൽ സ്ഥലത്ത് പോവുക, റിയൽ കാര്യങ്ങൾ പോയി നേരിട്ട് കണ്ടിട്ട് അവരോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻ നടത്താറില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ സുമതി വളവ് ഒരു എക്സാമ്പിൾ സുമതി വളവിലോട്ട് പോവുക എന്ന് പറയുന്ന പോലെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഒരു തുടങ്ങുന്നതിന് മുന്നേ ചെയ്യാറുണ്ടോ? ഇപ്പോൾ സുമതി വളവിനെ പറ്റി നമ്മൾ ഒരുപാട് നാളായിട്ട് വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ 2014 ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ സുമതിവളവിൽ പോയിട്ടുണ്ട് കാണാനുള്ള ക്യൂരിയോസിറ്റി. അന്ന് സിനിമ എഴുതണമെന്നോ നാളെ ഒരു കാലത്ത് സുമതിവളവ് ഞാൻ സിനിമയാക്കുന്നു, അന്ന് സിനിമയിലേക്ക് അങ്ങനെ 100% ഞാൻ വന്നിട്ടില്ല. അപ്പം അന്ന് ഞാൻ സുമതിവളവ് പോയി കണ്ടത് എൻ്റെ കസിൻ്റെ കൂടെ. അപ്പം അവന് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അവനാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിലാണ് ഞങ്ങൾ പാലോട് പോയി ഈ സ്ഥലം കാണുന്നത്. അതിന് തിരിച്ചു വന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 2019 ഇതിൻ്റെ ഒരു എലമെൻറ്റ് ഞാൻ ആദ്യമായി എനിക്ക് ഇതൊന്ന് സിനിമയാക്കിയാൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ അത് പിന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പതുക്കെ പോയി മാളികപ്പുറത്തിന് മുന്നേ ആക്ച്വലി ഞാനും വിഷ്ണുവും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അന്ന് അതൊരു വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമയായതുകൊണ്ട് നടക്കില്ലെന്നറിയാം. അങ്ങനെയാണ് പിന്നീട് മാളികപ്പുറം ചെയ്യുന്നതും. ഇന്ന് ഞങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ട്, ഈ ക്യാൻവാസിൽ സിനിമ ചെയ്യാം എന്നൊരു ഫ്രീഡവും ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസറും ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത ആർട്ടിസ്റ്റുകളും വരുന്നതുകൊണ്ടാണ് സുമതിവളവ് ഇപ്പോൾ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി ഒരു 1 month മുന്നേ ഞാൻ വിഷ്ണു അർജുന ഞങ്ങളെല്ലാവരും ഈ വളവിൽ പോയി. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തിനാ വെച്ചാൽ ആ ഒരു മൂഡ് അറിയാനായിട്ട്, ഇത് എന്താണ് ഈ നൈറ്റിൽ ഇവിടുത്തെ മൂഡെന്ന് അറിയാം. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ കണ്ട വിഷ്വൽസ് ഞങ്ങൾ സിനിമയിൽ കൊണ്ടുവരും. അത് സിനിമയിൽ നൈറ്റ് സീക്വൻസ് കൂടുതലാണ് സുമതിവളവിൽ. അപ്പോൾ അങ്ങനത്തെ സീക്വൻസുകൾ ഞങ്ങൾ റിയൽ വർക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ആ ഒരു മൂഡ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സാധനം. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി അതിൽ നിന്ന് ജമ്പ് ചെയ്ത് വേറൊരു ഇതിലേക്ക് പോവാം. ചോറ്റാനിക്കര ആൻഡ് അഭിലാഷ് പിള്ള എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? എൻ്റെ ലോകം,
എൻ്റെ ലോകമാണ് ചോറ്റാനിക്കര. കാരണം ഞാൻ എൻ്റെ എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റ് തുടങ്ങുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ ഇരുന്നിട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൻ്റെ എഴുത്ത് തീർക്കുന്ന അവിടെ നിന്ന് തന്നെ ആയിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഹാർഡ് കോർ ചോറ്റാനിക്കര അമ്മ ഡിവോട്ടിയാണ്. എൻ്റെ ലൈഫിലെ അപ്പും ഡൗൺസും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അമ്പലത്തിൽ തന്നെയാണ്. അപ്പം ഇനിയും മുന്നോട്ടത് അങ്ങനെ തന്നെയാണ്, ലൈഫ് ലോങ് അത് എൻ്റെ ലോകമാണ്. എനിക്ക് എൻ്റെ കുടുംബം പോലെയാണ് ചോറ്റാനിക്കര അമ്പലം. ഞാനകത്ത് പോയി ഈ നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും, ദൈവമേ എല്ലാം ശരിയായി തന്നെ, ഞാൻ എൻ്റെ കുടുംബത്തിലൊരാളോട് സംസാരിക്കുന്ന പോലെ ഞാൻ ദേവിയോട് സംസാരിക്കത്തുള്ളൂ. കാരണം മേ ബി എൻ്റെ അമ്മയുടെ ഒരു മൂത്ത ചേച്ചി ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല ഞാനവിടെ പോയിട്ട് എനിക്കെല്ലാം ചെയ്തു തരണം നല്ല പറയുന്നത്. അപ്പോൾ ഇന്നത് സംഭവിച്ചു, നാളെ ഇത് നടക്കുമായിരിക്കല്ലേ, ഇങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. പണ്ടുതൊട്ടേ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. എനിക്കവിടെ എഴുതാനിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ വിഷമങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്കതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ചോറ്റാനിക്കര ആൻഡ് മീ എന്ന് പറയുന്നത് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു, അതുകൊണ്ടാണ് ഞാൻ അവിടെ വീട് വാങ്ങിച്ച് അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആവണമെന്ന് എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ആ അമ്പലം ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇന്നും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ എല്ലാ തിരക്കഥകളും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വൺസ് അപ്പോൺ എ ടൈം ഈ പറഞ്ഞ പോലെ മോളെ കെട്ടിച്ചു കൊടുത്താൽ ശരിയാവോ എന്ന് തോന്നിക്കുന്ന ഒരു അമ്മായച്ചൻ ഒരു സൈഡിൽ, ഓക്കെ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനായിരിക്കാം, പക്ഷേ എന്നാലും മോൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ഒരു അച്ഛൻ ഒരു സൈഡിൽ, ഓക്കെ അത് കഴിഞ്ഞിട്ട് വൈഫ് ഇത് രാവിലെ പോകണ്ടല്ലോ, പോയിട്ടിന്ന് വന്നിട്ട് എന്തായി, ഡയറക്ടറിനെ കണ്ടോ പ്രൊഡ്യൂസറിനെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വൈഫിൻ്റെ അടുത്ത് ചിലപ്പോൾ കള്ളം പറയുന്നുണ്ടാവും, കള്ളം പറയാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവസാനം ഏറ്റവും നല്ലൊരു ജോലി, അതും നമ്മളീ പറഞ്ഞ പോലെ വായി നോക്കി നടക്കുന്ന ഒരു ഇതേ അല്ലായിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഞാനങ്ങ് രാജിവെക്കട്ടെ എന്ന് ചോദിച്ച് വൈഫിനോട് പെർമിഷൻ എടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് വൈഫ് ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇപ്പം നിൽക്കണമെന്ന് വെച്ചാൽ സൗന്ദര്യ രജനീകാന്തിന് കഥ വേണം, സിനിമ ചെയ്യണം, അല്ലെങ്കിൽ വിളിച്ച് പ്രാങ്ക് ചെയ്തതാണോ എന്ന് നമ്മൾക്ക് അറിയില്ല, സംശയിച്ചു പോയ ഒരു ഇൻസിഡൻറ്റിൽ നിൽക്കുന്ന ആ ഒരു ജേണി ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കുമ്പോഴോ സൈഡിൽ കൂടെ നോക്കുമ്പോഴോ നമ്മൾ പറയത്തില്ലേ എങ്ങനെ നോക്കിയാലും ഒന്നത് ഹൗ യു ഫീൽ? തിരിഞ്ഞു നോക്കുകയല്ല, എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് ആ വിഷ്വൽസ്. കാരണം അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, മുന്നിൽ അത് ഉള്ളതുകൊണ്ടാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ജോലി റിസൈൻ ചെയ്തത് അതെടുത്തതൊരു റിസ്ക് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ലാസ്റ്റ് റിസൈൻ ചെയ്യുമ്പോൾ ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഓഡിറ്റിംഗ് ആണ്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ സാലറി ഓഡിറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല എന്നെ ഭ്രമിപ്പിച്ചതും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലോകം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് സിനിമ. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തിയേ പറ്റൂ, എനിക്ക് അതിലേക്ക് ട്രാവൽ ചെയ്യണം. അവിടെ ഞാൻ എത്തുമോ എത്തത്തിലുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷെ ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തവരൊക്കെ നിന്നത്. ആ യാത്രയുടെ ലെങ്ത് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ളത്. അത് ചിലപ്പോൾ 1 വർഷമാവാം, 2 വർഷമാവാം, 5 വർഷമാവാം, 10 വർഷമാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്കവിടെ എത്തണം. അതിനുവേണ്ടി ഞാൻ മറ്റെല്ലാം മറന്നു. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തെ പോലും മറന്നിട്ടാവും ഞാൻ സിനിമയിലേക്ക് വരുന്നത്. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അതായത് എൻ്റെ ഭാര്യ, മോള്, അന്ന് എനിക്ക് തോന്നുന്നു മോൾക്ക് 1 മാസം 2 മാസം പ്രായമുള്ളൂ, അച്ഛനമ്മ, അങ്ങനെ അത്രയും റെസ്പോൺസിബിലിറ്റി എനിക്കറിയാം, എനിക്കുണ്ടെന്നറിയാം. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അത് മറന്നിട്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാൻ ഇറങ്ങുന്നത്. ആ ഇറങ്ങാൻ കാരണം അവരൊന്ന് സപ്പോർട്ട് തന്നെയാണ്. പിന്നെ കുറേ നല്ല സുഹൃത്തുക്കളും, ഈ പറയുന്ന മകളെ കല്യാണം കഴിച്ച് കൊടുത്തത് ജോലിയുള്ള ഒരാൾക്ക് തന്നെയാണ്. ആ ആൾ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു അച്ഛനും ഒരു ടെൻഷൻ വരും. അത് നാളെ ഞാനൊരു 2 പെൺകുട്ടികളുടെ അച്ഛനാണ്, നാളെ എനിക്കത് തോന്നാം, എൻ്റെ മകളെ കല്യാണം കഴിച്ച ഒരാൾ അങ്ങനെ ജോലി രാജിവെക്കുമ്പോൾ അയ്യോ എൻ്റെ മോളുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാവും. അത് സ്വാഭാവികമായിട്ട് അത് മനുഷ്യ സഹജമായ ചിന്തയാണ്. പക്ഷേ അവിടെയും എനിക്ക് സപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും അതൊരു നെഗറ്റീവായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു ദുബായ് ഇൻസിഡൻറ്റ് ഉണ്ടല്ലേ, ദുബായിലോ മിഡിൽ ഈസ്റ്റിൽ എവിടെയോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് ഞാൻ എവിടെയോ കേട്ടിരുന്നു. അതായത് ഇങ്ങനെ എനിക്കിൻ്റെ മാളികപ്പുറത്തിൻ്റെ പ്രൊമോഷൻ പോയപ്പോഴാണോ? മാളികപ്പുറത്ത് പ്രൊമോഷൻ പോയപ്പം അത് ആക്ച്വലി മസ്കറ്റിൽ പ്രൊമോഷൻ പോയപ്പോൾ അശ്വതിയുടെ ഫാദറും മദറും റിലേറ്റീവ്സും ഒക്കെ വന്നപ്പോൾ അവരൊക്കെ ഭയങ്കര പ്രൗഡായി. അപ്പം എന്താ വെച്ചാൽ ഈ മറ്റേ ബൗൺസേഴ്സൊക്കെ ഇങ്ങനെ തളർന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇല്ല അവരെ കയറ്റി വിടുന്നു പറയുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലൊരു ചെറിയ സംശയമെങ്കിലും ഉണ്ടായിരുന്നവർക്ക് പോലും ഇന്നത് ഹാപ്പി ആയിട്ട്
അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് എനിക്കും പ്രൗഡാണ്, അവർക്കും പ്രൗഡാണ്. അപ്പോൾ അത് ഞാൻ പറയില്ലേ, എല്ലാ മനുഷ്യരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു ജമ്പ് വരും. ഈ ഒരു ഏരിയയിൽ നിന്ന് അടുത്തൊരു ഏരിയയിലേക്ക് ഒരു ജമ്പ് വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ജമ്പ് വരാനായിട്ട് ഞാൻ എടുത്ത സമയമാണ് ഈ 10 വർഷം. പക്ഷേ ആ 10 വർഷം എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത് ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് അതിനെ. ഇനി മുന്നോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു 40-50 വർഷമാണെങ്കിൽ ആ 50 വർഷത്തേക്കുള്ള ഫ്യൂവലാണ് എൻ്റെ ആ 10 വർഷം. 10 വർഷം ഓബിയസ്ലി റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ ഒരിക്കലും എൻ്റെ 10 വർഷം പോയല്ലോ എന്ന് റിഗ്രറ്റ് ഇല്ല. കാരണം ആ 10 വർഷം ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് രീതിയിൽ എനിക്ക് മനുഷ്യന്മാരെ പഠിക്കാൻ പറ്റി, പല ഇൻസിഡൻസിലൂടെ കടന്നുപോയി, അപ്പും ഡൗൺസും കണ്ടു. ഏറ്റവും കൂടുതൽ ഡൗൺസാണ് കണ്ടത് അപ്പിനേക്കാളിൽ. അതെല്ലാം കഴിഞ്ഞ് ഒരു 2022 എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യ വർഷമാണ് 2022. എൻ്റെ ആദ്യ സിനിമ റിലീസാവുന്നു, രണ്ടാമത്തെ സിനിമ വരുന്നു, 3, 4, അതിനുശേഷം പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യുന്നു, ഇങ്ങനൊരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, അത് ഗുഡ്. ഞാനിനി കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവരെക്കുറിച്ച് വൺ വേർഡിലോ വൺ സ്റ്റേറ്റ്മെൻറ്റിലോ എന്താണ് പറയുക. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്നൊരു ആക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും ആൾക്ക് ഒരുപാട് കഴിവുണ്ട്, ആൾക്ക് നമ്മൾ അൺയൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇനിയും ടാപ്പ് ചെയ്യാനുണ്ട് എനർജി എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ണി ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എൻ ആക്ടർ ഉത്തരവ്, ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഉണ്ണിയെ കണ്ടുള്ളൂ. ഉണ്ണി നല്ല മനുഷ്യനാണ്. അതായത് ഉണ്ണിക്ക് ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, ഹൈഡ് ചെയ്യാൻ അറിയില്ല ഉണ്ണിക്ക്. ഉണ്ണി അത് പ്രകടിപ്പിക്കുന്ന ആളാണ്. ദേഷ്യം വന്നാൽ ഉണ്ണി ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടം വന്നാൽ സങ്കടം പ്രകടിപ്പിക്കും. അല്ലാതെ അത് ഇപ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇവരുടെ മുന്നിൽ വെച്ച് ഞാനത് കാണിക്കാൻ പാടില്ല അങ്ങനെ നിൽക്കുന്ന ആളല്ല ഉണ്ണി. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ ഞാൻ ഭയങ്കര, എനിക്ക് ഉണ്ണിയെ ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. ഒരിക്കലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറില്ല. ഉണ്ണി മൊത്തമൊക്കെ പറയും, അതിനുശേഷം 10 മിനിറ്റ് അത് മറക്കുകയും ചെയ്യും. ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നത് ഉണ്ണീനെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും ഉണ്ണീനെ യൂസ് ചെയ്യുകയാണെങ്കിൽ 100% ഉണ്ണിയിൽ നിന്ന് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം മാളികപ്പുറം എന്ന് പറയുന്നത് ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണിയുടെ കരിയറിൽ ഒരു ബ്രേക്കായിരുന്നു. ഇനി മുന്നോട്ട് ഉണ്ണി ഇപ്പോൾ ചൂസ് ചെയ്തിരുന്ന തിരക്കഥകളൊക്കെ ഒന്ന് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വരും വർഷങ്ങളിൽ ഉണ്ണിയിൽ നിന്ന് ഇനി ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും അടുത്തറിഞ്ഞ ആളെന്ന നിലയിൽ ഇത് ഞാൻ എൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നതല്ല, ഉണ്ണി മുകുന്ദനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ ചോദ്യങ്ങൾ. ഏറ്റവും അടുത്തറിഞ്ഞ ഒരു എന്തായാലും കുറച്ച് കാലം സ്പെൻഡ് ചെയ്തല്ലോ, നമ്മൾ ഷൂട്ടിംഗ് ടൈമിൽ എന്തായാലും കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ നിലയിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രേറ്റും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ട്രേറ്റ്, വാട്ടോ ഇറ്റ് ഈസ് ട്രേറ്റ്സ് എന്തൊക്കെയാണ് ഉണ്ണിയുടെ? ഒരു ആക്ഷൻ ഹീറോയ്ക്ക് പറ്റുന്ന എല്ലാ എലമെൻസും ഉണ്ണിക്കുണ്ട്, എല്ലാ എലമെൻസും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉണ്ണിയുടെ ഫൈറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈവൻ ഈ മാളികപ്പുറത്തിൽ പോലും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ഫൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ണി അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ പ്രൊമോഷൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വേർഡ്, അത് ആ പ്രൊമോഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ വൈറലായ വേർഡാണ്. കാരണം ഉണ്ണി അഴിഞ്ഞാടി ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ തമാശയായിട്ട് പല കോളേജിൽ ചെല്ലുമ്പോഴും. അന്ന് ഞാനത് പറയാൻ കാരണം ഞാൻ ആ ഫൈറ്റ് കണ്ട ആളാണ്. 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ലെങ്തി ഫൈറ്റ് സീക്വൻസ് ആണ്. ഞാൻ ആ ഫൈറ്റ് തിയേറ്ററിൽ കാണുമ്പോൾ തീർന്നു പോയല്ലോ എന്ന് സത്യം എനിക്കതാ വിഷമം, ഫൈറ്റ് തീർന്നു പോയല്ലോ. അപ്പോൾ ഉണ്ണിയെ സംബന്ധിച്ച് ഞാൻ വന്ന ഒരു ആക്ഷൻ മാസ് ഹീറോയ്ക്ക് പറ്റിയ എല്ലാ ബോഡി ലാംഗ്വേജ് ഉള്ളൊരു ആളാണ് ഉണ്ണി. ഉണ്ണിനെ അങ്ങനെ യൂസ് ചെയ്യണം, ഉറപ്പായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. ഞാൻ ഉണ്ണിയായിട്ടൊരു പടം അടുത്ത് ചെയ്യുന്നുണ്ട്. അതിൽ പോലും ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു മാസ് ആക്ഷൻ ഫ്ലേവറിൽ പറയുന്ന ഒരു ഫാമിലി സ്റ്റോറി, അങ്ങനത്തെ സിനിമകൾ ഉണ്ണിക്ക് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് അത് വരും. ഞാൻ ഈ ഫാമിലിയിൽ നിന്ന് അങ്ങോട്ട് മാറാന്ന് വിചാരിക്കും, എന്നെ ഫാമിലി എന്ന് ഞാൻ ഒരിക്കലും ഞാൻ ഇനി എത്ര സിനിമ ചെയ്താലും ഫാമിലി ഇമോഷൻസിനും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ. ഞാനതിന് നാളെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്താലും ഹൊറർ സ്റ്റോറി ചെയ്താലും മാസ് സ്റ്റോറി ചെയ്താലും അതിൽ ഫാമിലി ഇമോഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എൻ്റെ സിനിമ കാണാൻ വരുന്ന കുട്ടികൾക്കും പ്രായമുള്ളവർക്കും യൂത്തിനും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും ഫാമിലിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. വൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് ആൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ അതിൽ വൈഫിനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അശ്വതി നല്ല പേര്. ഓക്കെ, അപ്പോൾ അശ്വതിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അശ്വതിയിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ കുറച്ച് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അശ്വതിയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരാളെ മനസ്സിലാക്കി നിൽക്കാൻ ആൾക്കറിയാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇഷ്ടം എന്താണെന്നും എൻ്റെ സ്വപ്നം എന്താണെന്നും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന അവൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ജോലി രാജിവെക്കുന്ന കാര്യം പറഞ്ഞപ്പം രണ്ടാമതൊന്നും ആലോചിക്കാതെ റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് അയച്ചോളാൻ പറഞ്ഞത്. അത് എനിക്ക് അശ്വതിയിൽ നിന്ന് സപ്പോർട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നിനെ പറ്റിയും പരാതി പറയില്ല. അവൾക്കറിയാം ആ സമയത്ത് എൻ്റെ അടുത്തത് പറഞ്ഞ ഞാൻ വിഷമിക്കത്തുള്ളത് അത് എന്നെ അറിയിക്കില്ല പല കാര്യങ്ങളും.
അതൊക്കെ ഇങ്ങനെ അവൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യും. പിന്നീട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല എന്ന് പറയുള്ളൂ. പക്ഷേ പല സമയത്തും പല രീതിയിലുള്ള ഇൻസൾട്ടിങ്ങും ഫേസ് ചെയ്തേക്കുന്ന അവളാണ്. ഈ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് അഭിലാഷ് ജോലി രാജിവെച്ചിട്ട് അവന് നല്ല ജോലിയൊക്കെ ഇല്ല, അവന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. തിരിച്ചു പോകുമ്പോൾ സിനിമയൊന്നും എല്ലാവർക്കും ഒന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ അവളവിടെ പറയും അത് കുഴപ്പമില്ല, അത് ചേട്ടൻ ഒരു ദിവസം അത് ചെയ്യും എന്ന് പറഞ്ഞ് എന്നിട്ട് ഒറ്റയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് ഇത് കരയും. അപ്പം ഞാനിത് പലപ്പോഴും കാണുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പോകും. പക്ഷെ പിന്നീട് എനിക്കറിയാം ഇതാണ് സംഭവം എന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോൾ എനിക്ക് വോയിസ് ഇല്ല. കാരണം ഞാനത് ആവുമോ അല്ലെങ്കിൽ നാളെ അവിടെ എത്തുമോ എന്നുള്ള കാര്യം പകുതി എൻ്റെ കയ്യിലും പകുതി ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ ഞാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ഫസ്റ്റ് പടം റിലീസിന് അന്ന് പടം കണ്ട് കഴിഞ്ഞ് വന്ന് എന്നെ ഹഗ് ചെയ്തൊരു കരച്ചിലറിഞ്ഞു. ആ കരച്ചിൽ ഞാൻ സന്തോഷിച്ചു. അതെൻ്റെ അമ്മ കരഞ്ഞപ്പോഴും ഞാൻ സന്തോഷിച്ചു, അച്ഛൻ കരഞ്ഞപ്പോഴും സന്തോഷിച്ചു, വൈഫ് കരഞ്ഞപ്പോഴും സന്തോഷിച്ചു. കാരണം അത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. പിന്നീട് ഞാൻ കരയാനൊരു അനുഭവം കൊടുത്തിട്ടില്ല. ഈ മൊമെന്റ് വരെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഒരു ലവ് ആണോ റെസ്പെക്റ്റ് ആണോ മേളിൽ നിൽക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് റെസ്പെക്ട് ചെയ്യാനാണ് ഞാൻ മോള് വയ്ക്കുന്നത്. കാരണം എനിക്ക് അവളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം ഈ 10 കൊല്ലം ആ വീട് കൊണ്ടുപോയത് അവളാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളും. മാനേജ് ചെയ്തത് അശ്വതിയാണ്. അപ്പം റെസ്പെക്റ്റാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. എനിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സേഫ്റ്റിയും സപ്പോർട്ടും. ഇനി കുട്ടികളിലേക്ക് വരാം. കുട്ടികൾ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ, അച്ഛൻ ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ റൈറ്ററാണ്, അച്ഛനെ എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. പിന്നെ മൂത്തോളം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും അച്ഛനെ എല്ലാവരും തിരക്കി കേട്ടോ, അച്ഛനെ അവളുടെ ഫ്രണ്ട്സ് തിരക്കി, ടീച്ചേഴ്സ് തിരക്കുന്നത് പറയുമ്പോൾ ഞാൻ പറയും നീ എൻ്റെ അന്വേഷണം വളർന്നത്. സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മകളെ ആദ്യമായി സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അന്ന് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. വൈഷ്ണവിനെ ചേർക്കാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഫോം ഫില്ല് ചെയ്യുമ്പം അച്ഛൻ്റെ ജോലിയുടെ അന്ന് ജോലിയില്ല, ഞാൻ എഴുതി വെച്ചു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് എഴുതി വെച്ചു. അപ്പം ഇത് ഈ ഓഫീസിൽ അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഏത് പടം ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് സിനിമ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്തില്ല, എൻ്റെ പരിപാടിയൊക്കെ നടക്കുക, പക്ഷെ പേടിക്കണ്ട, ഇവളിവിടുന്ന് പഠിച്ചിറങ്ങിയപ്പോൾ മുമ്പ് ഞാൻ ഒരു സിനിമയെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ അവളെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നു. അവളുടെ 4ാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ അവരുടെ ആനിവേഴ്സറിക്ക് ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ പോയത്. അത് മാളിപ്പുറം ഇറങ്ങിയ സമയമായിരുന്നു. ഞാനും ഉണ്ണിയും ഞങ്ങൾ ആ മാളിപ്പുറം ടീം എല്ലാവരും പോയിരുന്നു. അന്ന് ഞാൻ അവളിൽ കണ്ട ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വൈകയിൽ എൻ്റെ ലൈഫിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്. അവളെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞപ്പം അന്ന് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. എന്ന് വെച്ചാൽ അത് ഞാൻ ആഗ്രഹിച്ചൊരു മൊമെൻറ്റുമായിരുന്നു. ഇളയവളെ സംബന്ധിച്ച് അവളിപ്പം LKG UKG ആ ടൈമിലാണ്, അപ്പോൾ കുഞ്ഞാണ്. പക്ഷെ അവളും സ്കൂളിൽ പോയിട്ട് നല്ല തള്ളുകളും. അതായത് ഇവരൊക്കെ വീട്ടിൽ വരില്ല, ഇപ്പോൾ ഉണ്ണി വീട്ടിൽ വരും, അർജുൻ വീട്ടിൽ വരും, ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് പോകുന്ന അടുത്ത ദിവസം ഇവളോട് അതെ ഇന്നലെ ഉണ്ണിമാവൻ വന്നിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇത് അവരുടെ സന്തോഷം കാണുമ്പോൾ ആസ് എ ഫാദർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.